കോഴിക്കോട് എം എൻ കാരശ്ശേരി മാധ്യമങ്ങളെ കാണുന്നതിലേക്ക്. അപ്പോൾ ഓർമ്മയും കഥയൊക്കെ ഉണ്ട്, പക്ഷേ സംസാരിക്കാനോ ശരീരം ചലിപ്പിക്കാനോ എന്നുള്ളൊരു ശേഷി ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ആരോഗ്യസ്ഥിതി മോശമായാലൊക്കെ തന്നെ ഈ യന്ത്രസഹായത്തോടു കൂടി അത്തരം ചികിത്സകൾ വേണ്ട എന്ന് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയെന്ന് എവിടേക്ക് വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞതായിട്ട് മാഷിൻ്റെ അറിവിലുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ പറഞ്ഞിരിക്കാം. പൊതുവേ MT ഈ തരത്തിലുള്ള സംഗതികൾക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. പറഞ്ഞിരിക്കാം, എന്നോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞതായിട്ടും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കാം. നേരത്തെ വന്നപ്പോൾ മാഷ് വന്നിരുന്നു, അന്ന് വന്നിരുന്നു നേരത്തെ? ഞാൻ ഇതിനു മുമ്പും വന്നിരുന്നായിരുന്നു. നിർഭാഗ്യവശാൽ അതെ അത് മൂത്ത മകള് സിതാര, അവൾ അമേരിക്കയിലാണ്. അവളും ഭർത്താവും മകനും, കിരൺ എന്നാണ് മകൻ്റെ പേര്. അവർ ഒരു 10 ദിവസം മുമ്പ് സിതാര വന്നു. അപ്പോൾ അന്ന് MT രണ്ടാമത്തെ മകൾ അശ്വതിയുടെ വീട്ടിലായി. അവിടെ വന്നിട്ട് അവൾ കണ്ടു, 3-4 ദിവസം അച്ഛനോട് താമസിച്ച് അവൾ തിരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടാമത്തെ മകൾ അശ്വതിയുടെ ഭർത്താവ് ശ്രീകാന്ത്, അവരുടെ മകൻ മാധവും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ MT രവീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ചെറിയമ്മയുടെ മകൻ, അദ്ദേഹത്തിന് വരാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ രാമകൃഷ്ണൻ, സതീശൻ, അവരുടെയൊക്കെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ മാഷേ, താങ്ക് യു.